നമുക്ക് വചന കേൾവിക്കായി നമ്മുടെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഏകാഗ്രമാക്കാം. ദാസനെ അതിനായി ക്ഷണിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം സകലത്തിലും ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ ദൈവദാസന്മാർക്ക് എല്ലാവിധ ആദരവും സ്നേഹവും വന്ദനവും പ്രാരംഭത്തിൽ തന്നെ അർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം, അതിൻ്റെ 10-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെ നിങ്ങളെ സഹായിക്കുന്ന ദൈവമായതുകൊണ്ട്, കരുതുന്ന ദൈവമായതുകൊണ്ട്, ശക്തീകരിക്കുന്ന ദൈവമായതുകൊണ്ട്, ഉറപ്പിക്കുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ആത്മീയ കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീത വചനങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ സ്വർഗത്തിലെ നല്ല പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടെ വേദഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:10. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവെഴുത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന 1-2 കാര്യങ്ങൾ എന്ന് പറയുന്ന, ഒന്ന്, കള്ളൻ വരുന്നത് അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യാൻ, അതായത് മരണത്തെ പ്രതിനിധീകരിക്കുകയാണ്. എന്നാൽ അടുത്ത വാക്യം പറയുന്നു, അവിടെ ജീവനെ കാണിക്കുന്നു, സമൃദ്ധമായ ജീവൻ. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നാം കാണുന്നത്, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹി. ദൈവപ്രവൃത്തികളെല്ലാം ജീവൻ നൽകുന്നതാണ്, നിലനിർത്തുന്നതാണ്, വളർത്തുന്നതാണ്. ജീവന്റെ പ്രത്യേകത അതാണല്ലോ, ചലിപ്പിക്കുന്നതാണ്, വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ അല്പ സമയം നാം അത് കഴിയുമ്പോൾ അവിടെ കാണുന്നത്, കള്ളൻ അവിടെ കടന്നു വരികയാണ്. കള്ളൻ അവിടെ കടന്നു വന്ന് വ്യാജം പ്രചരിപ്പിച്ച് ദൈവം അവർക്ക് നൽകിയ ജീവൻ നഷ്ടപ്പെടുത്തുകയാണ്. നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ മരണത്തെ വ്യാപരിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്ത് നാം മുഴുവനും പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത്, വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന പോലെ മനുഷ്യന്റെ ഒടുക്കത്തെ ശത്രുവായ മരണം, അതുപോലെ തന്നെ ദൈവം വ്യാപരിപ്പിക്കുന്ന ജീവൻ. ഇതാണ് വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉള്ളത്. ഇതില്ല എങ്കിൽ എടുത്തു പറയുന്നു, ദൈവത്തിന്റെ ജീവൻ അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായത് നമുക്കില്ലെങ്കിൽ ഈ ലോകത്ത് എന്തുണ്ടെങ്കിലും അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് കർത്താവ് മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കർത്താവ് ഇങ്ങനെ പറയുന്നത്, നീ ഒരുക്കി വെച്ചിരിക്കുന്നത്, അതെ, ഈ രാത്രി ഞാൻ നിന്റെ ജീവനെ എടുത്താൽ നീ ഒരുക്കി വെച്ചിരിക്കുന്ന ആർക്കാകും? ഒരിക്കൽ ഞാൻ ഇങ്ങനെ ആ തിരുവചനത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നിന്റെ ജീവനെ ഞാൻ ഈ രാത്രിയിൽ എടുത്താൽ നീ ഒരുക്കി വെച്ചിരിക്കുന്ന ആർക്കാകും എന്നൊരു ചോദ്യം. അതിന്റെ അർത്ഥം നമ്മിലുള്ള താൽക്കാലിക ജീവൻ, ആ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്ത് ഉള്ളതിനെ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ എന്നതുപോലെ തന്നെയാണ് ആത്മാവ് നഷ്ടമായാൽ. സ്തോത്രം. എന്താണ് കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെയല്ലേ ചോദിക്കുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം എന്ന് ചോദിച്ചാൽ, അവൻ എന്ത് ലോകത്ത് നേടിയാലും അത് അനുഭവിക്കണമെങ്കിൽ അവന് ജീവൻ ഉണ്ടായിരിക്കണം. അത് താൽക്കാലിക ജീവനാണ്. എന്നാൽ മറ്റൊരിടത്ത് നാം വായിക്കുന്നത്, ഒരുവൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം എന്നതിൻ്റെ മറ്റൊരർത്ഥം, സർവശക്തനായ ദൈവം
തൻ്റെ പുത്രനായ യേശുക്രിസ്തു നിമിത്തം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ നന്മ ഒരു മനുഷ്യന് തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അത് അവന് അനുഭവിക്കാൻ കഴിയില്ല. അപ്പോ രണ്ടർത്ഥത്തിലും ജീവൻ എന്ന് പറയുന്നതും സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്നതും, താൽക്കാലികമായ ജീവൻ എന്ന് പറയുന്നതും സമൃദ്ധമായ ജീവൻ എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമായി നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സമൃദ്ധമായ ജീവനെ പ്രതി നമുക്ക് ലഭിക്കുന്ന നിത്യരക്ഷ അത് കരഗതമാക്കുവാൻ, നാം അവിടെ അവകാശിയായി തീരുവാൻ നാം അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കുക എന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെ കാണുകയാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. അവിടെ ജീവനെയും കാണുന്നു, മരണത്തെയും കാണുന്നു. പഴയ നിയമത്തിലും യേശുക്രിസ്തുവിന്റെ ആ കാലത്തും വാസ്തവത്തിൽ മരണത്തിന്റെ വ്യാപാരം അതിശക്തിയോടെ വ്യാപരിക്കുമ്പോൾ, മരണത്തിന് വെല്ലുവിളിയായി ഒന്നുമില്ലാതിരിക്കുമ്പോൾ, കള്ളൻ അതായത് പിശാച് അവൻ്റെതായ മുഴുബലത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യനെ മരണത്തിലൂടെ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകറ്റിക്കളയുവാൻ അവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് മരണത്തിന് വെല്ലുവിളിയായി നിർത്തി, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് പറയത്തക്ക വിധത്തിൽ കർത്താവ് തന്റെ ജീവനെ സകല മനുഷ്യർക്കും വേണ്ടി നൽകിയതായി നാം ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വേഗത്തിൽ ചില ചിന്തകൾ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയത് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. സ്തോത്രം. നമുക്കറിയാം, മരണത്തിന്റെ ഒരു നല്ല പിക്ചർ, അല്ലെങ്കിൽ മരണത്തിന്റെയും ജീവന്റെയും നല്ലൊരു പിക്ചർ യെഹെസ്കേൽ പ്രവചന പുസ്തകം 37-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഈ പറയുന്ന വാക്യത്തോട് ബന്ധപ്പെട്ട് അവിടെ കള്ളൻ വന്ന് പ്രവർത്തിച്ച പ്രവൃത്തികളും ദൈവത്തിന്റെ പ്രവർത്തനവും അവിടെ കാണാനായിട്ട് സാധിക്കും. എന്താണ് അവിടെ നാം കാണുന്നത്? അവിടെ കാണുന്നത് ഏറ്റവും ഉണങ്ങി വരണ്ട വലിയ ഒരു അസ്ഥി കൂമ്പാരത്തെ പ്രവാചകന് ദൈവം കാണിച്ചു കൊടുക്കുക. ആത്മീകമായി അധപ്പതിച്ച, ജീവനില്ലാത്ത, ദൈവവുമായി ബന്ധമില്ലാത്ത ഒരു കൂട്ടം ജനത്തെ കർത്താവ് പ്രവാചകനെ കാണിച്ചു കൊടുക്കുക. ഇത് ഇസ്രായേൽ ജനത്തിന്റെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയെ കാണിക്കുക. ആത്മീയമായി യാതൊരു ബന്ധവുമില്ലാതെ ചിതറിക്കിടക്കുന്ന, ഒരു കാരണവശാലും ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ, സംയോജിച്ച് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ, ഒരു പ്രവൃത്തിയും നടത്തുവാൻ കഴിയാത്ത വിധത്തിൽ സ്തോത്രം കിടക്കുന്ന, ചിതറിക്കിടക്കുന്ന, അതിന് എടുത്തു പറയുന്ന കാര്യം ഏറ്റവും ഉണങ്ങി വരണ്ട് ചിതറിക്കിടക്കുന്ന അസ്ഥിക്കൂമ്പാരം. അത് കാണിക്കുന്നത് ഈ പൈശാചിക പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ. കള്ളൻ വരുന്നത് അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും എന്ന് പറഞ്ഞതുപോലെ ഉള്ള എല്ലാ നന്മകളും ചോർത്തിക്കളഞ്ഞിട്ട്, എല്ലാ നന്മകളെയും അപഹരിച്ചു കളഞ്ഞിട്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന, അതൊരിക്കലും ഒരു ദൈവപ്രവൃത്തിയല്ല. അത് നാം ഈ വായിച്ച വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ, സ്തോത്രം, ഈ മനുഷ്യരെ, ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരെ നശിപ്പിച്ച് നാനാവിധമാക്കിയിരിക്കുന്ന ഒരു പിക്ചറാണ് അവിടെ കാണുന്നത്. എന്നാൽ തൊട്ടടുത്ത് തന്നെ നാം കാണുന്നത് അവിടെ കർത്താവിന്റെ ഒരു ചോദ്യമാണ്, പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. എന്താണ് ആ ചോദ്യം? ആ ചോദ്യം ഇതാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? അസ്ഥികൾ ജീവിക്കുമോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അവിടെ എടുത്തു പറയാനായിട്ട് നശിക്കാതെ കിടക്കുന്നത് അസ്ഥികൾ മാത്രമേ ഉള്ളൂ. അവിടെ മാംസമില്ല, ത്വക്കില്ല, അവിടെ അവയവങ്ങൾ ഒന്നുമില്ല, ഒന്നും കാണാനില്ല. അവിടെ ആകെയുള്ളത് ഈ അസ്ഥികളാണ്. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമാണ്, ഹോവേ നീ അറിയുന്നു, നിനക്ക് മാത്രമേ അതിനകത്തൊരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. വാസ്തവത്തിൽ സ്തോത്രം, ദൈവം നമ്മോടൊരു ചോദ്യം ചോദിച്ചാൽ അത് ദൈവത്തിന് അതിനകത്തൊരു ഉദ്ദേശമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മറുപടി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിശ്ചയമായും ചോദിച്ചത് ജീവദാതാവായ ദൈവമാണ്. ദൈവത്തിന് അസ്ഥികളെ ജീവിപ്പിക്കാൻ കഴിയും. ഈ അസ്ഥികൾ ജീവിക്കും എന്ന് പറയണമെങ്കിൽ ആ അസ്ഥിയെക്കുറിച്ചൊരു ചിന്ത, ആ അസ്ഥികളെ കുറിച്ചൊരു വിചാരം, അവര് ജീവിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുള്ളൂ. അവിടെ നീ അറിയുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് നമുക്കറിയാം. ആ അസ്ഥി കൂമ്പാരത്തിലേക്ക് ജീവശ്വാസം വരികയും
കാറ്റടിക്കുകയും അവിടെ ചിതറിക്കിടക്കുന്ന, ആരുടേതാണെന്ന് പോലും അറിയാൻ കഴിയാത്ത വിധത്തിൽ ചിതറിക്കിടക്കുന്ന ആ അസ്ഥികൾ തമ്മിൽ തമ്മിൽ ചേരുവാൻ, അതായത് ഒരു മനുഷ്യന്റെ, അവിടെ എത്ര അസ്ഥികൂടങ്ങളുണ്ട്, ചിതറിക്കിടക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല, പക്ഷെ ഒരു വലിയ സമൂഹത്തിന്റെയാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇസ്രായേലിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്, പ്രതിനിധീകരിക്കുന്നതാണെന്ന് നമുക്കറിയാം. അപ്പോ അവിടെ ചിതറിക്കിടക്കുന്ന ഈ അസ്ഥികൂമ്പാരങ്ങൾ അതൊന്നൊന്നായി, നമുക്കറിയാം ഒരു മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ടെന്നും അതിൽ ചെറുതും വലുതും ഉണ്ടെന്നും ഒക്കെ, അത് കൃത്യമായി ചേരേണ്ടത് പോലെ ചേർന്നു. ആദ്യത്തെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ആ പ്രോഗ്രാം അത് കഴിഞ്ഞപ്പോൾ അടുത്തത് അവിടെ മാംസം വന്ന് സ്തോത്രം പിടിപ്പിക്കപ്പെടുക, നാഡീഞരമ്പുകൾ പിടിപ്പിക്കപ്പെടുകയാണ്. അത് കഴിഞ്ഞ് ത്വക്ക് പിടിപ്പിക്കപ്പെടുക. ഓരോന്ന് ക്രമമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടക്കുക. കാരണം കേവലം ഒരു ജീവൻ, അസ്ഥിക്ക് ജീവൻ വരിക എന്നതിനേക്കാൾ ഉപരി ആ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമോ എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കുക. നാം എത്രത്തോളം ബലഹീനരാണെങ്കിലും ദൈവത്തിന് ഈ ബലഹീനതയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയ അപ്പസ്തലനായ പൗലോസ് ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവേ, എന്താണ് താന് 3 വട്ടം തന്നിൽ നിന്ന് തന്നെ ബലഹീനപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് എന്തായിക്കൊള്ളട്ടെ, അത് മാറിപ്പോകേണ്ടതിന് വേണ്ടി ദൈവത്തോട് 3 വട്ടം അപേക്ഷിച്ചപ്പോൾ സർവശക്തനായ കർത്താവ് തന്നോട് അരുളി ചെയ്തത് ഇങ്ങനെയാണ്: സ്തോത്രം, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോ ദൈവത്തിന് നമ്മുടെ പക്കൽ എന്തുണ്ട്, അല്ലെ? കർത്താവിന്റെ വചനത്തിൽ നാം ആവർത്തിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലീശയുടെ കാലത്ത് പ്രവാചക ശിഷ്യന്റെ ഭാര്യ നിലവിളിച്ചുകൊണ്ട് വരികയാണ്. എന്താണ്? തൻ്റെ കയ്യിൽ ഒന്നുമില്ല, മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ടു പോകാനായിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ പ്രവാചകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും തൻ്റെതായ ഉള്ളിൽ നിന്നും ഒരു വന്ന ചോദ്യമല്ല. ദൈവവുമായിട്ട് നിരന്തര ബന്ധമുള്ള പ്രവാചകന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത ആ പ്രേരണയ്ക്കും ശക്തിക്കും അധികാരത്തിനും അനുസൃതമായിട്ടുള്ള ഒരു ചോദ്യമാണ്: നിന്റെ പക്കൽ എന്തുണ്ട്? അവള് പറഞ്ഞു, ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എടുത്തു പറയാനായിട്ട്. ശരി, നീ എന്ത് ചെയ്യണം? മക്കളുമായി ചേർന്ന് അയൽവക്കത്തുള്ള ആളുകളുടെ അടുക്കൽ ചെന്ന് വെറും പാത്രം വായ്പ വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ അത് വായ്പ വാങ്ങിച്ചു. ആ ഒന്നും എടുത്തു പറയാനില്ലാത്ത ആ സ്ഥാനത്ത് അവിടെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ആ വെറും പാത്രങ്ങളിലേക്ക് തൻ്റെ പക്കലുള്ള ഭരണിയിൽ നിന്നുള്ള എണ്ണ പകർന്നു. ആ ഭരണിയിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഭരണിയിൽ നിന്നാണ് ആ എണ്ണ എല്ലാ പാത്രങ്ങളിലേക്കും പകർന്നത്. ആദ്യം ഒഴിച്ച പാത്രത്തിൽ നിന്ന് ആ പാത്രം എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയല്ല ചെയ്തത്. തൻ്റെ പക്കലുണ്ടായിരുന്ന സൂക്ഷിച്ചു വെച്ചിരുന്ന ആ എണ്ണപ്പാത്രത്തിൽ നിന്ന് അതിലേക്ക് പകർന്നു. അങ്ങനെ ഒടുവിൽ ആ പാത്രങ്ങളുടെ എണ്ണം തികഞ്ഞു. ഇനി വേറെ ഒന്നില്ല. അപ്പോൾ എണ്ണയുടെ വരവ് ഇല്ലാതെയായതായി നമുക്ക് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, നാം ദൈവമക്കളെങ്കിൽ, ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ദൃഷ്ടി നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മവ്യാപാരം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം എന്നും ബലഹീനരായിരിക്കില്ല. സ്തോത്രം, നമ്മളിലൂടെ ഇനിയും പ്രവർത്തിപ്പാൻ ദൈവത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അത് പ്രവർത്തിപ്പിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് വിശുദ്ധ യോഹന്നാൻ തന്നെ. ഈ സുവിശേഷം എഴുതിയ വിശുദ്ധ യോഹന്നാനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത്, വയോവൃദ്ധനായ വാഗ്ദത്തം ലഭിച്ച യോഹന്നാൻ അപ്പസ്തോലൻ പത്മോസ് ദ്വീപിലായിരിക്കുമ്പോഴാണ്. നമുക്കറിയാം വെളിപ്പാട് പുസ്തകം, ആ വെളിപ്പാട് പുസ്തകത്തിലെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തനിക്ക് ലഭിക്കുന്നത്. സ്തോത്രം, സഭകളെ കുറിച്ചുള്ള ദൂതുകൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ, സ്തോത്രം, ലോകത്തിന് സംഭവിക്കേണ്ട മാറ്റങ്ങൾ, അതുപോലെ നിത്യതയിൽ കാണുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ലഭിച്ചത് വയോവൃദ്ധനായ സ്തോത്രം യോഹന്നാനിലൂടെയാണ്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, കർത്താവ്, നാം വിചാരിക്കും നമ്മളെ കൊണ്ട് ദൈവത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം കഴിഞ്ഞെന്ന്. പക്ഷേ ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുന്നെങ്കിൽ നമ്മിലൂടെ ഏതെങ്കിലും ഒരു കാര്യം കർത്താവിന്റെ നാമത്തിനു വേണ്ടി നമ്മിലൂടെ വെളിപ്പെടേണ്ടതുണ്ടെങ്കിൽ കർത്താവ് അത് ശേഷിപ്പിക്കും. കർത്താവ് അത് ശേഷിപ്പിച്ച്, ആമേൻ, ഒരുപക്ഷെ ഒരു പ്രാർത്ഥനയായിരിക്കാം, ഒരുപക്ഷെ സ്തോത്രം, നമ്മെ കാണുന്നത് പോലും മറ്റുള്ളവർക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും. നമ്മുടെ സാന്നിധ്യം അത് ദൈവത്തിന്റെ കൃപയാലും ശക്തിയാലും അത് മറ്റുള്ളവർക്ക് നന്മയും അനുഗ്രഹവുമായിരിക്കും. നമ്മുടെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ
ഒരുപക്ഷെ ആ വ്യക്തിക്ക് ഒരു വലിയ ആശ്വാസവും സമാധാനവും വിടുതലും ലഭിക്കുമായിരിക്കും. ആമേൻ. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം നാം ബലഹീനരായിരിക്കുന്നു എന്ന് നാം വിചാരിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മെ കൈവിടാതെ നമ്മിലൂടെ തന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്താൻ കർത്താവിന് മനസ്സുണ്ടെങ്കിൽ കർത്താവ് അത് ചെയ്തിരിക്കുമെന്നതുകൊണ്ട് യാതൊരു സംശയമില്ല. പറയുന്നു, എന്റെ ബലഹീനത, സ്തോത്രം, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പൗലോസ് അതോടുകൂടെ താൻ ശക്തിപ്പെടുകയും താൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയും താൻ കർത്താവിന് വേണ്ടി മനുഷ്യരുടെ മുമ്പിൽ ധൈര്യത്തോടെ നിലനിൽക്കുകയും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. പ്രിയപ്പെട്ടവരെ, നാം വായിച്ചത് പിശാച് എന്തെല്ലാം തരത്തിലെ പ്രവൃത്തികൾ ചെയ്ത് നമ്മെ തളർത്താൻ നോക്കിയാലും നാം സർവശക്തനായ ദൈവത്തെയാണ് മുറുകെ പിടിക്കുന്നതെങ്കിൽ സ്തോത്രം. നമുക്കറിയാം, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്നൊരു ആത്മീക ചിന്ത എന്ന് പറയുന്നത്, യേശുവിനെ കുറിച്ച് നീ ഒരു വാക്ക് സംസാരിക്കരുത്, നിങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞ് യേശുവിനെ പ്രതി അവരെ വളരെയധികം അടുപ്പിച്ച് സ്തോത്രം അവരെ കാരാഗ്രഹത്തിനകത്ത് അവരെ അടച്ചു, ആമത്തിലിട്ട് പൂട്ടി. അവരെ ബലഹീനരാക്കാൻ എങ്ങനെയൊക്കെ ബലഹീനരാക്കാൻ പറ്റുമോ വാക്കുകൾ കൊണ്ടും കൈപ്രയോഗങ്ങൾ കൊണ്ടും അക്രമം കൊണ്ടും അവരെ സ്തോത്രം അവരെ ബലഹീനരാക്കാനായി ശ്രമിച്ചു. എങ്കിലും നാം മനസ്സിലാക്കുന്നത് അവരുടെ ബലഹീനതയുടെ നടുവിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ അനന്തരം, ഈ പ്രാർത്ഥിച്ചതിന്റെയോ ആരാധിച്ചതിന്റെയോ അനന്തരം എന്ന് പറയാൻ സാധ്യമല്ല. കാരണം അവരൊരിക്കലും അത്തരത്തിൽ ഒരു പ്രവൃത്തി, ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുമെന്നുള്ള മുൻനിർണയത്തോടു കൂടിയല്ല അവർ ചെയ്തത്. അവർ പതിവ് പോലെ ദൈവത്തിന്റെ തിരുമുമ്പിൽ അവർ പ്രാർത്ഥിക്കുകയും അവർ ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത സമയത്ത്, ഏറ്റവും ബലഹീനമായിരിക്കുന്ന സമയത്ത് സ്തോത്രം അവരെ അവശരാക്കുവാൻ, ബലഹീനരാക്കുവാൻ സ്തോത്രം നോക്കിയ സമയത്ത് ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുകയും സ്തോത്രം അവർ ആയിരുന്ന ആ അവസ്ഥയിൽ നിന്ന് സർവശക്തനായ ദൈവം അവരെ വിടുവിക്കുകയും ചെയ്തതായിട്ട് നാം കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്നു. എത്രത്തോളം നമ്മെ പിടിമുറുക്കുന്നുവോ, എത്രത്തോളം നമ്മെ സ്തോത്രം ബലഹീനപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുവോ, ആമേൻ, ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അത്രത്തോളം അത് 10 ഇരട്ടി ശക്തിയോടെ പുറത്തു വരുവാൻ കർത്താവ് സഹായിക്കുമെന്നതിന് യാതൊരു സംശയവും. നമുക്കറിയാവുന്ന കാര്യമാണ് ശിംശോന്റെ കാര്യം. ശിംശോനെ ബലഹീനപ്പെടുത്തുവാൻ, എതിർക്കുവാൻ കഴിയാത്ത വിധത്തിൽ പലവട്ടം തന്നെ ബന്ധിച്ചെങ്കിലും തന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ താൻ അതിനെ തകിടം മറിക്കുന്നതായിട്ട് കാണുന്നത്, ശത്രുവിന്റെ ആലോചനയെ തകിടം മറിക്കുന്ന ഒരു ശിംശോനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയുന്നു, ഒരു സാധാരണ മനുഷ്യനാണ് ശിംശോൻ. അല്ലാതെ ഒരു വലിയ, അല്ലെങ്കിൽ മറ്റ് ചിത്രകാരന്മാർ വരയ്ക്കുന്നത് പോലെ മസിലുകളൊക്കെയുള്ള, ഒരുപാട് വലിപ്പമുള്ള ഒരു വലിയ മനുഷ്യനൊന്നും ആയിരിക്കില്ല ശിംശോൻ. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം, തൻ്റെതായ ശക്തി കൊണ്ടല്ല സിംഹത്തെ കൊന്നുകളഞ്ഞത്. തൻ്റെതായ ശക്തി കൊണ്ടല്ല സ്തോത്ര കുറുക്കന്മാരെ ഈരണ്ടായി ചേർത്ത് നിർത്തി ഫെലിസ്ത്യരുടെ ഗോതമ്പ് വയലിലേക്ക് അയച്ചത്. തന്റെ ശക്തി കൊണ്ടല്ല പട്ടണത്തിന്റെ വാതിൽ തന്റെ ചുമലിൽ വെച്ചുകൊണ്ട് താൻ ഓടിയത്. അങ്ങനെയെങ്കിൽ തന്റെ ശക്തി കൊണ്ടല്ല തന്നെ ഫെലിസ്ത്യർ ബന്ധിച്ചപ്പോൾ ആ ബന്ധനങ്ങളിൽ നിന്ന് താൻ മോചിതനായത്. തന്റെ ശക്തി കൊണ്ടല്ല, തന്റെ അതേ മസിൽ പവർ കൊണ്ടല്ല. പിന്നെയോ തന്നിൽ വ്യാപരിക്കുന്ന, അവിടെ നാം വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഉദ്യമിപ്പിച്ചു കൊണ്ടിരുന്നു എന്ന് വായിക്കുന്നത് പോലെ, തന്റെ മേൽ ദൈവം പകരുന്ന ആത്മാവിന്റെ ബലത്താലാണ് തന്നെ ബലഹീനരാക്കുവാൻ, തന്നെ നശിപ്പിക്കുവാൻ, തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നവരുടെ നടുവിൽ താന് ഒരു ജേതാവായി തീർന്നത്. പ്രിയപ്പെട്ടവർ, ഈ നാളുകളിൽ സ്തോത്രം, കർത്താവിന്റെ വചനത്തിൽ നാം വായിക്കുന്ന പോലെ കർത്താവ് നമുക്ക് ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മുടെ അടുക്കലേക്ക് സ്തോത്രം ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ നാം ചില സമയത്ത് വളരെ ശക്തിയോടെ നിൽക്കുന്ന ഒരു കാലം ഇരിക്കാം. എന്നാൽ ഇപ്പോൾ ചില മേഖലകളിൽ ബലഹീനരായിരിക്കുന്നെങ്കിലും പ്രയാസപ്പെടേണ്ട. കർത്താവ് നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. നമ്മെ ഉപയോഗിപ്പാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വലിയ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ചെയ്യാൻ വേണ്ടി ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ ഒരു പ്രാർത്ഥന കൊണ്ട് ആമേൻ വൻ കാര്യങ്ങൾ ചെയ്യിപ്പാൻ സർവശക്തനായ ദൈവം മതിയായ ദൈവമാണ്. 1-2 വേദഭാഗങ്ങൾ മാത്രം വായിച്ച് ഞാൻ നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം സ്തോത്രം, കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ ഒരു വേദഭാഗം നാം വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 5-ാം അധ്യായം അതിന്റെ 39-ാം വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു: നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. ഇതാരെ കുറിച്ചാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാലും ഞാൻ ആ വാക്യത്തെ ആസ്പദമാക്കിയല്ല, അതിന്റെ താഴെ ഒരു വേദഭാഗമുണ്ട്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അടുത്തത്,
എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇവിടെ നാം വായിക്കുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നുണ്ട്, നന്നായി പരിശോധിക്കുന്നുണ്ട്. ഈ വേദപുസ്തകത്തിൽ നിത്യജീവനെ കുറിച്ച് അല്ലെങ്കിൽ ജീവനെ കുറിച്ച് സ്തോത്രം ഈ തിരുവെഴുത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നു. എന്നാൽ തിരുവചനം വായിച്ചത് കൊണ്ടോ അറിഞ്ഞത് കൊണ്ടോ മാത്രം പോരാ എന്നും അതിൽ പറഞ്ഞിരിക്കുന്ന ജീവൻ പ്രാപിക്കണമെങ്കിൽ, തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവൻ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. അപ്പൊ ഇവർ തിരുവെഴുത്ത് പരിശോധിക്കുന്നുണ്ട്, തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ജീവനെ കുറിച്ച് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആ ജീവൻ പ്രാപിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കാതെ അവർ എഴുതപ്പെട്ട വചനത്തിൽ ആശ്രയിക്കുകയും അതിനനുസൃതമായ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവർക്ക് എന്ത് ലഭിക്കുന്നില്ല? അവർക്ക് ജീവൻ ലഭിക്കുന്നില്ല. ഇവിടെ കർത്താവ് പറയുന്നത്, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ജീവൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്നെ സ്വീകരിക്കണം എന്ന സത്യത്തിൽ അതിന്റെ അർത്ഥം. നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. അങ്ങനെ ചേർന്ന് നിന്നാൽ ആ തിരുവഴുത്തിൽ പറയപ്പെട്ട ജീവൻ നിങ്ങളിൽ വ്യാപരിക്കും. സ്തോത്രം. അത് നിങ്ങളെ എവിടെ എത്തിക്കും? നിത്യതയിൽ എത്തിക്കും, നിങ്ങളെ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിക്കും. ഞാൻ ഒരു തിരുവെഴുത്ത് കൂടി വായിക്കാൻ ഞാൻ കർത്താവ് ശരണപ്പെടുക, ഈ അടുത്ത് വരിക എന്ന് പറയുന്നതിനോടുള്ള ബന്ധത്തിൽ. അപ്പൊ എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ജീവനുണ്ട്. നമുക്കറിയാലോ, കർത്താവിന്റെ വചനത്തിൽ അങ്ങനെ തന്നെ പറയുന്നത്. ഒരിടത്ത് പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഈ വചനം കൊണ്ടും ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിയോട് കർത്താവ് പറയുന്ന കാര്യങ്ങളുണ്ട്, കർത്താവിന്റെ അരുളപ്പാടുകളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നാം ജീവിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും. ദൈവവചനത്തിൽ എന്തുണ്ട്? ജീവനും ചൈതന്യവും ഉണ്ട്. അത് നമ്മിൽ പ്രാവർത്തികമാകണമെങ്കിൽ നാം അതനുസരിപ്പാൻ, നാം അത് വിശ്വസിപ്പാൻ നാം എപ്പോൾ തയ്യാറാകുന്നോ, നമ്മുടെ ജീവിതം അതിനുവേണ്ടി എപ്പോൾ നാം ക്രമീകരിക്കുന്നു, ആ സമയം മുതൽ നമ്മിൽ ദൈവിക ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും. ആ വചനത്തിൽ ആ വെളിപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ അരുളി ചെയ്ത ആ വചനത്തിലൂടെ ദൈവത്തിന്റെ ജീവൻ നമ്മിൽ വ്യാപരിക്കാനിടയാകും എന്നതിന് സംശയമില്ല. എത്ര ബലഹീനനായ മനുഷ്യനാണെങ്കിലും ആ വചനത്തെ അനുസരിപ്പാൻ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ അത് മനസ്സ് വച്ചാൽ നിശ്ചയമായും, സ്തോത്രം, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നഷ്ടങ്ങളിൽ നിന്ന് കർത്താവ് വിടിവിപ്പാൻ മതിയായ ദൈവമാണ്. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ ഒരു വേദഭാഗം വായിക്കുന്നു. ആ വേദഭാഗം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അടുത്ത് ചെന്നാൽ കിട്ടുന്ന ഒരു ഗുണത്തെ കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. അതുകൊണ്ട് ഈ അടുത്ത് ചെന്നാൽ ഒന്ന് കരുണ ലഭിക്കും, തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിക്കാം. മറ്റൊരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നു, നാം ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്ത് ചെല്ലുക. ധൈര്യത്തോടെ. രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ ധൈര്യം എന്ന് പറയുന്നത്, ഇത് രണ്ടും ലഭിക്കും. ഞാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നാൽ, ഏറ്റവും പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ ഞാൻ ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് ഈ പറയുന്ന കരുണയും കൃപയും കർത്താവിൽ നിന്ന് ലഭിക്കും എന്ന ധൈര്യം. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരുന്നൊരു ചിന്ത, എസ്തേറിന്റെ അടുക്കൽ മൊർദെഖായി ഈ യഹൂദന്മാർക്ക് വന്നു ഭവിച്ചിരിക്കുന്ന അനർത്ഥത്തെ കുറിച്ച് പറയുകയാണ്. അപ്പോ എസ്തേർ തൻ്റെ ബലഹീനതയാണ് പറയുന്നത്. കാരണം ബലഹീനത വെച്ചാൽ ബലമല്ല അവിടെ പറയുന്നത്, രാജാവിന്റെ അനുവാദം കൂടാതെ അവിടേക്ക് ചെല്ലാനായിട്ട് തനിക്ക് എന്തില്ല, തനിക്ക് പെർമിഷൻ ഇല്ല, തനിക്ക് അതിനുള്ള ഇതില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് തനിക്ക് തൻ്റെ ഗുണമല്ല അവിടെ പറയുന്നത്, എനിക്കതിന് സാധ്യമല്ല എന്നാ പറയുന്നത്. എന്നാൽ മൊർദെഖായി പറയുന്നൊരു വാക്കുണ്ട്, സ്തോത്രം, ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കാം നിന്നെ ഇവിടെ ദൈവം കൊട്ടാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ യഹൂദന് മറ്റൊരിടത്തുനിന്ന് രക്ഷ വരും, നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ
ഈ എസ്തേർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ചെയ്യൂ, സ്തോത്രം, നിങ്ങൾ ഉപവസിക്കാൻ പറയുക, ഞാനും ഉപവസിക്കാം. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ എസ്തേറിന് ഒരു ധൈര്യം കിട്ടുകയാണ്. ആ ധൈര്യത്തോടെ സ്തോത്രം രാജാവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുക. ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ ആത്മീകമായ ആ ധൈര്യം, ആ ധൈര്യത്തോടുകൂടെ സ്തോത്രം താൻ രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ രാജാവ് തന്റെ നേരെ പൊൻചെങ്കോൽ നീട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ ആ ആവശ്യം അറിയിക്കാനുള്ള ഒരു ധൈര്യം, സ്തോത്രം, അങ്ങനെ ഒരു ധൈര്യമുണ്ട്. 2, പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു ധൈര്യമുണ്ട്. രണ്ടും നാം തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഉറപ്പൊന്നുമില്ല, വലിയ വിശ്വാസമൊന്നുമില്ല, എങ്കിലും നമുക്ക് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് ഒരു ദൈവമുണ്ട് എന്ന ബോധത്തോടെ കടന്നു ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ഒരു പ്രത്യേക ധൈര്യം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കും. ഒരു സാധ്യതകളും സാഹചര്യങ്ങളും നമ്മുടെ മുൻപിൽ ഇല്ലെങ്കിലും ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നൊരു ധൈര്യം, അത് നിസ്സാരമായൊരു കാര്യമല്ല. ഒന്നാമത്തേത്, ധൈര്യത്തോടെ ചെന്ന് പ്രാർത്ഥിക്കാൻ, എന്നെ കേൾക്കാൻ ഒരു ദൈവമുണ്ടെന്നുള്ള ധൈര്യത്തോടെ, ദൈവവുമായിട്ടുള്ള നിരന്തര ഇടപെടലുകളിലൂടെ ലഭിച്ച ആ ധൈര്യത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത്തത്, പ്രത്യേകിച്ച് ധൈര്യമൊന്നുമില്ല, ഒരു ഉറപ്പില്ല. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥിച്ച് തുടങ്ങുന്നതിന് മുമ്പ്, പ്രാർത്ഥിച്ച് തുടങ്ങിയ ആ സമയത്ത് ഒന്നും ധൈര്യം കിട്ടുന്നില്ല. ആമേൻ, പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല, പക്ഷെ ചില സമയം കഴിഞ്ഞപ്പോഴേക്കും ദൈവം നമ്മുടെ ആത്മാവിലൂടെ ഒരു ഉറപ്പ് നമുക്ക് നൽകുക. നീ പറഞ്ഞ കാര്യം, നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി എന്നുള്ള രീതിയിൽ അത് നടന്നിരിക്കും, അത് ചെയ്തിരിക്കും എന്നൊരു ധൈര്യം നമുക്ക് കർത്താവ് തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവത്തിന്റെ അടുക്കലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, ധൈര്യത്തോടെ കടന്നു ചെല്ലുമ്പോൾ, തീർച്ചയായിട്ടും നമ്മിൽ നിന്ന് ചോർത്തിക്കളഞ്ഞ, ഞാൻ ആ വാക്കുകൂടി പറഞ്ഞു നിർത്തുകയാണ്, ചോർത്തിക്കളഞ്ഞ ജീവൻ കർത്താവ് തിരികെ തരുമെന്നതിന് സംശയമില്ല. സ്തോത്രം. ഞാനൊരു വേദഭാഗം ഇങ്ങനെ പറയട്ടെ. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട മനുഷ്യൻ, ആ കള്ളന്മാർ അവരെ അടിച്ച് മുറിവേൽപ്പിച്ച് അതിലൂടെ രക്തം വാർന്ന് മരണാസന്നനായി, സ്തോത്രം, ഈ മനുഷ്യൻ കിടക്കുമ്പോൾ അവിടെ ഈ ശമരിയക്കാരൻ കടന്നു വരികയാണ്. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞ കാര്യം, കള്ളൻ വരുന്നതും അതുപോലെ യേശുക്രിസ്തു അടുക്കലേക്ക് കടന്നു വരുന്നതും തമ്മിലുള്ള ആ വ്യത്യാസം, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ സാമ്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അവിടെ കള്ളൻ വന്നു, അവിടെ കള്ളന്മാർ വന്ന് ഈ മനുഷ്യനെ പിടിച്ചടിച്ച് മുറിവേൽപ്പിച്ച് അവന്റെ കൈക്കലുള്ളതെല്ലാം കവർന്നുപോയി. കള്ളൻ വരുന്നത് അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും. എന്നാൽ അവിടെ ശമരിയക്കാരൻ വന്ന് ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് തനിക്ക് വേണ്ടതായ എല്ലാ ശുശ്രൂഷകളും ചെയ്ത് നഷ്ടപ്പെടുമായിരുന്ന ജീവൻ അത് തിരികെ, അവൻ അസ്തപ്രജ്ഞനായി കിടക്കാനല്ല, അവൻ തളർന്നു കിടക്കുന്ന രീതിയിലല്ല, അവൻ എഴുന്നേറ്റ ആരോഗ്യത്തോടെ നടക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച ആ ശമരിയക്കാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യുക. എന്താണ് അതിന്റെ അർത്ഥം? യേശുക്രിസ്തുവിലൂടെയുള്ള, കർത്താവിന്റെ നാമത്തിലൂടെയുള്ള സകല പ്രവൃത്തികളും അത് ജീവൻ നൽകുന്ന പ്രവൃത്തികളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും മറ്റുള്ളവരുടെ ജീവൻ കളയുന്ന പ്രവൃത്തിയല്ല, മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്ന പ്രവൃത്തിയാണ്. അത് ഈ നാളുകളിൽ കർത്താവിന്റെ നാമത്തിൽ ധൈര്യത്തോടെ ചെയ്യുവാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഈ രാവിലെ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ വചനത്തിനായിട്ട് സ്തോത്രം. അത് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ കടന്നു വരുവാൻ ഞങ്ങളുടെ ഹൃദയവും കർത്താവുമായി ഒന്നിച്ച് ആയിരിക്കാൻ ഞങ്ങളെ സഹായിപ്പാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവഹിത പ്രകാരം പ്രാർത്ഥിച്ചുവെന്നും ആ പ്രാർത്ഥനയ്ക്ക് കർത്താവിന്റെ സമയത്ത് കർത്താവ് മറുപടി തരുമെന്നുള്ളതായ വലിയ ധൈര്യത്തോടെ, പ്രത്യാശയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ സഹായിപ്പാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, പിശാച് അറപ്പാനും മുടിപ്പാനുമായിട്ട് വരുമ്പോൾ അങ്ങ് ജീവൻ, സമൃദ്ധിയായ ജീവൻ തന്ന് ഞങ്ങളെ നടത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു, ആശ്രയിക്കുന്നു, അഭയം തേടുന്നു. പ്രാർത്ഥന കേട്ടതിനാല് സ്തോത്രം. ഞങ്ങളുടെ ദാസനെ ഞങ്ങളുടെ മധ്യേ കൊണ്ടുവരുന്നതിനാല് സ്തോത്രം. വചനം സംസാരിപ്പാൻ ബലപ്പെടുത്തിയതിനാല് സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹത്തോടെ അയക്കും. കർത്താവിന്റെ വരവിനെ പ്രത്യാശയാൽ നിറയ്ക്കും ധൈര്യത്തോടുകൂടെ കൃപാസനത്തോടെ അടുത്ത് വരുവാൻ എല്ലാവരെയും എല്ലായ്പ്പോഴും സഹായിപ്പാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാല് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ പ്രിയ പിതാവേ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. Now may the grace of our Lord Jesus Christ, the love of God, and the sweet abiding fellowship of the Holy Spirit rest and abide with each and every one of us till our Lord Jesus returns in his glory. Amen. Amen. Amen.